ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. പൊട്ടിത്തെറി ഷെയ്ക്ക്. പേര് പോലെ തന്നെ ഇതൊരു കിടിലൻ ടേസ്റ്റാണ്. എത്ര കുടിച്ചാലും മതിയാകില്ല. പ്രത്യേകിച്ച് ഇഫ്താറിൻ്റെ സമയത്ത് ഇതൊരു ഗ്ലാസ് മാത്രം മതിയാകും. ദാഹവും വിശപ്പും മാറുകയും ചെയ്യും, വയറും ഫില്ലാകും. ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നൊരു കാര്യം, വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഷേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ അവിൽ എടുത്ത് വെക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രൗൺ അവിലാണ്. നിങ്ങൾക്ക് വൈറ്റ് അവിലോ ഏത് അവിൽ വേണമെങ്കിലും ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഷേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് 2 പഴം ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതുപോലെ കൈവച്ചിട്ട് ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ് പഴം കയ്യിലുണ്ടെങ്കിൽ അതും എടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹോർലിക്സ് ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് പാലൈസ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ തണുപ്പിച്ചിട്ടുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഞാനിപ്പോൾ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതും കൂടി ചേർക്കുമ്പോൾ ഈ ഒരു ഷേക്കിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് ഫൈനലായിട്ട് നമ്മൾ 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അവിലും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ അവിലും ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാകമാണ് കേട്ടോ നമ്മുടെ ഷേക്കിന് ഉണ്ടാകുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം അവിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇത്തിരി, അതായത് 1 ടേബിൾ സ്പൂണോളം നെയ്യിൽ നമ്മുടെ 1/4 കപ്പ് അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല കരികരിപ്പോട് കൂടി റോസ്റ്റ് ചെയ്തിട്ടുള്ള അവിലും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പൊട്ടിത്തെറി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇഷ്ടമുള്ള സർവിംഗ് ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ അല്പം ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചെറി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ ആൽമണ്ടോ കയ്യിലുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പൊട്ടിത്തെറി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കിടിലൻ ടേസ്റ്റാണ്. എത്ര കുടിച്ചാലും മതിയാകില്ല. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. ചൂട് സമയത്തും ഇഫ്താറിൻ്റെ സമയത്തും ഇതൊരു ഗ്ലാസ് മാത്രം മതിയാകും. ദാഹവും വിശപ്പും മാറും, വയറും ഫില്ലാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.